സംസ്ഥാനത്തെ 6 പഞ്ചായത്തുകളിൽ ഇന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ക്വാറം തികയാത്തതിനെ തുടർന്ന് മാറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളാണ് ഇന്ന് നടക്കുക. കാസർകോട്ടെ പുല്ലൂർ, പെരിയ, മലപ്പുറത്തെ തിരുവാലി, എറണാകുളത്തെ വെങ്ങോല, കോട്ടയത്തെ എരുമേലി, ആലപ്പുഴയിലെ നെടുമുടി, വിയ്യപുരം പഞ്ചായത്തുകളിലാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിപിൻ സി വിജയൻ വെങ്ങോലയിൽ നിന്ന് ചേരും. അതുപോലെ എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ, പുല്ലൂർ പെരിയയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ, നെടുമുടി, വിയ്യപുരം എന്നീ പഞ്ചായത്തുകളിലെ കാര്യങ്ങൾ പറയാൻ അശ്വൻ പാലാഴി, തിരുവാലിയിൽ നിന്ന് സമീർ ബിൻ കരീം എന്നിവർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. ആദ്യം വെങ്ങോലയിൽ നിന്ന് ബിപിൻ സി വിജയനാണ് ചേരുക. ബിപിൻ, എന്തൊക്കെയാ വിശേഷങ്ങൾ? പറഞ്ഞോളൂ, വെങ്ങോലയിലെ വർത്തമാനങ്ങൾ, രാഷ്ട്രീയ ചൂടുമാറ്റങ്ങളെക്കുറിച്ച്. ഗുഡ് മോർണിംഗ് SKN. കൊച്ചിയിലെ ശ്രദ്ധാകേന്ദ്രം ഇന്ന് വെങ്ങോലയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് അത് കോറം തികയാത്തതുകൊണ്ടായിരുന്നു. കാരണം 13 അംഗങ്ങളാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ 10 പേർ മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ദിവസം എത്തിയത്. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. ഇവിടുത്തെ ഒരു കക്ഷി നില 9 UDF, 8 LDF, 6 2020, 1 SDPI എന്നുള്ളതാണ്. അതിൽ UDFും ഒപ്പം തന്നെ SDPIയും മാത്രം വന്നാണ് 10 ആളുകൾ മാത്രമാണ് അന്ന് പങ്കെടുത്തത്. 2020യും ഒപ്പം തന്നെ LDFും എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ളതിൽ അവർ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് UDFുമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അന്ന് അത് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്, അല്ലെങ്കിൽ അവർ വിട്ടുനിന്നത്. അപ്പോൾ ഇന്നത്തെ നിർണായകമാണ്. കാരണം ഒരു വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ഭരണത്തെ വരെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ആകാംക്ഷ ഉറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള വെങ്ങോല പഞ്ചായത്ത് തന്നെയാണ്. SK. ഓക്കെ, താങ്ക് യു. ഇനി എരുമേലിയിലേക്ക് ടോബി ജോൺസൺ ചേരുന്നു തത്സമയം. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ ടോബി, എരുമേലിയിൽ എന്താ കാര്യങ്ങൾ? SKN, UDF വലിയ മികച്ച നേട്ടമാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടാക്കിയത്. അതിലൊന്നായിരുന്നു എരുമേലി പഞ്ചായത്ത്. എരുമേലി പഞ്ചായത്തിൽ 24 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് എത്തിയെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയാണ് ഒരു തിരിച്ചടി ഉണ്ടായത്. അവർക്ക് പട്ടികവർഗ സംവരണമായിരുന്നു ഇത്തവണ അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ഥാനത്തേക്ക് ആ ഒരു ഇതിൽ ജയിച്ച വ്യക്തി ഇല്ലായിരുന്നു. സംവരണത്തിൽ ജയിച്ച ആ സീറ്റിൽ ജയിച്ചയാൾ ജയിച്ചില്ല. കാരണം ആ സീറ്റിൽ നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റുപോകുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ LDFനും അതുപോലെ തന്നെ BJPക്കും അവിടെ അംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDF വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ കോറം തികയാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് LDFിൽ നിന്നും അമ്പിളി സജീവനാണ് ഇന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയിൽ നിന്നും KK രാജനാണ് മത്സരിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ഒരാളെ UDF പ്രതിനിധികൾക്ക് പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. അതല്ല, വിട്ടുനിൽക്കുകയാണെങ്കിൽ അമ്പിളി അധികാരത്തിലേക്ക് വരാനുള്ള, പ്രസിഡന്റ് ആകാനുള്ള സാധ്യത, അതായത് UDFന് മേൽക്കൈ ഉണ്ടെങ്കിലും LDFിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കക്ഷിനില നോക്കുകയാണെങ്കിൽ 7 സീറ്റുകൾ മാത്രമാണ് LDFിനുള്ളത്. BJPക്ക് 2 സീറ്റുകളും അതുപോലെ തന്നെ ഒരു സ്വതന്ത്രനും ആണ് ബാക്കിയുള്ളത്. എന്തായാലും വലിയ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. UDF അംഗങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ അവർ വോട്ട് ചെയ്യുമെന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അധികാരത്തിലേക്ക് കൂടുതൽ സീറ്റുകൾ നേടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും UDFന് അവിടെ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്തായാലും അത് LDFോ BJP ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ഇന്ന് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജോൺസൺ. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി അടിയന്തരമായ ഒരു വാർത്ത അറിയിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് വന്നൊരു ട്രെയിനിൽ തീപിടുത്തമുണ്ടായി. ഒരാൾ മരിച്ചു എന്നാണ് വിവരം. ടാറ്റ എറണാകുളം എക്സ്പ്രസിന്റെ 2 കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ അനകപ്പള്ളിയിലെ എലമഞ്ചിക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ ട്രെയിൻ നിർത്തി യാത്രക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് വിവരം. ഇനി കാസർഗോഡേക്ക് പുല്ലൂർ പെരിയയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഈ പുല്ലൂർ പെരിയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇന്ന് ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം അവിടെ UDFിന്റെ അംഗങ്ങൾ വിട്ടുനിൽക്കുകയും UDFിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് UDFിൽ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി 2 ആൾ രംഗത്ത് വന്നു. ഒന്ന് മുൻപത്തെ വൈസ് പ്രസിഡന്റായിരുന്ന കാർത്തിയായനിയും ഇപ്പോൾ നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച ഉഷ N നായരുമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും 2 ആൾ രംഗത്ത് വന്നു. ഇതാണ് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായത്. കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലെ ഒരു കക്ഷിനില 9-9-1 എന്നിങ്ങനെയാണ്. അതായത് NDAക്ക് ഒരു LDFനും UDFനും 9 വീതം അംഗങ്ങളുമാണ്. ഇങ്ങനെ 9 വീതം അംഗങ്ങൾ വരുമ്പോൾ അത് നറുക്കെടുപ്പിലേക്ക് പോകും സ്വാഭാവികമായും.
കാരണം അവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഒരു ആർക്കെങ്കിലുമായിട്ടുള്ള ബന്ധം ടെലിഫോൺ ബന്ധം അത്ര ശരിയാവുന്നില്ല. അരുണ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ നെടുമുടി വിയപുരത്തുനിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ ഇന്ന് 2 പഞ്ചായത്തുകളിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോറം തികയാതെ പോയ വിയപുരം പഞ്ചായത്ത്, മറ്റൊന്ന് നെടുമുടി പഞ്ചായത്ത്. ഇവിടെ 2ഇടങ്ങളിലുമാണ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ വിയപുരത്തെ UDF-നാണ് ഭൂരിപക്ഷമുള്ളത്. പക്ഷേ അത് പട്ടികജാതി വനിതാ സംവരണ സീറ്റാണ് പ്രസിഡന്റിൻ്റേത്. അങ്ങനെ ഒരു സംവരണ സീറ്റിൽ UDF-ൽ നിന്ന് ആരും വിജയിച്ചു വന്നില്ല. അങ്ങനെ വിജയിച്ചത് LDF-ൽ മാത്രമാണ്. അങ്ങനെ LDF-ന്റെ ഒരു പ്രസിഡന്റ് അവിടെ വേണ്ട എന്നൊരു തീരുമാനത്തിന്റെ പുറത്ത് UDF കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് കോറം തികയാതെ പോയത്. ഇന്നും സമാന സാഹചര്യം ഉണ്ടായാൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് വോട്ടെടുപ്പ് നടത്തി കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ പ്രസിഡന്റാക്കി നിശ്ചയിക്കാനാണ് തീരുമാനം. നിലവിൽ LDF-ൽ മാത്രമാണ് പട്ടികജാതി വനിതാ സംവരണ ആളുള്ളത്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്ത് ഭരണം പഞ്ചായത്തിൽ പ്രസിഡന്റ് LDF-ന് കിട്ടാനുള്ള സാധ്യതകളാണ് ഏറെയുമുള്ളത്. മറ്റൊന്ന് നെടുമുടിയാണ്. നെടുമുടിയിൽ LDF-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയത്. CPM തകഴി ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചത് PK വിനോദിനെ പ്രസിഡന്റാക്കാനാണ്. പക്ഷേ CPM-ലെ ഭൂരിഭാഗം അംഗങ്ങളും ഇതിന് തയ്യാറായില്ല. PK വിനോദിന് വോട്ട് ചെയ്യാൻ തങ്ങൾക്കാവില്ല എന്ന പേര് പറഞ്ഞ അന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ജില്ലാ നേതൃത്വം നേരിൽ ഇടപെട്ട് ഈ വിഷയങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. PK വിനോദിനെ തന്നെ പ്രസിഡന്റാക്കാനാണ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പുറത്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട CPM അംഗങ്ങളുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. അവർ ഇന്ന് എത്തി വോട്ട് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ഇന്ന് ഈ 2ഇടങ്ങളിലും നടക്കും. ഇതിന് പുറത്ത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കൂടി ഇന്ന് നടക്കുന്നുണ്ട്. നമുക്കൊപ്പം ചേർന്ന അശ്വിൻ പാലാഴിയാണ്. ഇനി മലപ്പുറത്തെ തിരുവാലിയിലേക്ക് സമീർ ബിൻ കരീം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ. തിരുവാലിയിലെ വർത്തമാനം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ UDF-ലെ കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. കോറം തികയാതെന്നോടുകൂടി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ തർക്കത്തിനൊരു പരിഹാരം ആയിരിക്കുകയാണ്. ഈ പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നു. ഇതോടുകൂടി LDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ കോൺഗ്രസും മാറി നിന്നു. അങ്ങനെ കോറം തികയാതെ വരികയും തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ഘട്ടവുമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗ് 2.5 വർഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പകരം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകി മുസ്ലിം ലീഗിനെ ഒരു അനുനയിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ പ്രശ്നത്തിന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് 10 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. കാര്യമായ ട്വിസ്റ്റോ മറ്റു സംഭവങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. തിരുവാലി പഞ്ചായത്തിൽ ആകെ ഉള്ളത് 19 സീറ്റാണ്. അതിൽ 11 സീറ്റാണ് UDF വിജയിച്ചിരിക്കുന്നത്. 7 സീറ്റിൽ കോൺഗ്രസും 4 സീറ്റിൽ മുസ്ലിം ലീഗും അങ്ങനെ 8 സീറ്റിൽ LDF-മാണ് വിജയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മുസ്ലിം ലീഗിന് 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം കോൺഗ്രസിന് വേണമെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസ് ഒരു തരത്തിലും നൽകാൻ തയ്യാറായില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ഏറ്റവും ഒടുവിൽ ഇന്നലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വം ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.